ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ. ചൂടൊക്കെ പോയി അൽഹംദുലില്ലാ, മഴയൊക്കെ പെയ്ത് ഉഷാറാണ്. ആദ്യമായിട്ടാണ് ഇത്ര ലെങ്ത്തുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അതോടൊപ്പം ഞങ്ങളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ നമുക്ക് ചോക്കോവാൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കിയാലോ. നമ്മളിവിടെ കാണിക്കുന്നത് 4 ബോക്സിൻ്റെ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഞാൻ പറയാം കേട്ടോ ഒരു ബോക്സിന് എങ്ങനെയാണ് വേണ്ടതെന്ന്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് കാരമൽ സോസ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ ഷുഗറും 6 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും 1.5 ടേബിൾ സ്പൂൺ ബട്ടറും ആണ് കേട്ടോ ഒരു ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ട ക്വാണ്ടിറ്റി. തിക്കായ ഫോമല്ല നമുക്ക് ചോക്കോവാളിന് ആവശ്യം. അതുകൊണ്ട് തന്നെ തിക്കായെന്ന് തോന്നുകയാണെങ്കിൽ വാട്ടർ യൂസ് ചെയ്തിട്ട് ഒന്ന് ലൂസാക്കി മാറ്റി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് ഗനാഷാണ്. അതിനും ഇതേപോലെ തന്നെ നമ്മൾ എത്രയാണോ ചോക്ലേറ്റ് എടുക്കണോ അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി നമുക്ക് ക്രീമും ഒപ്പം ഓപ്ഷണലായിട്ട് ബട്ടറും യൂസ് ചെയ്യാം. 100 ഗ്രാം ചോക്ലേറ്റ് ആണെങ്കിൽ 200 ഗ്രാം വിപ്പിംഗ് ക്രീമും ചെറിയൊരു കഷ്ണം ബട്ടറും യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ചെയ്യുമ്പോഴും അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഏതൊരു ഗനാഷും തിക്കായ ഫോം ആവരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ്. അത് 2 ഫ്ലേവറിൽ വേണം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മിൽക്ക് ഷുഗർ സിറപ്പും ഒപ്പം കോഫി ഷുഗർ സിറപ്പും ആണ് കേട്ടോ. ചോക്കോവാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രീം കേക്കിൻ്റെയോ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെയോ റിസ്ക് ഇല്ല. 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് ചോക്കോവാൾ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. ഒന്ന് മിൽക്ക് സിറപ്പ്, പിന്നെ ചോക്ലേറ്റ് ഗനാഷ്, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്, കോഫി സിറപ്പ്, പിന്നെ ഞാൻ ഇതിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയൊരു കാര്യമാണ് ക്രീം ചീസും ഈ ഒരു ക്രീമും. ഇതും ക്രീം ചീസും വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റത്തെ കോട്ടിങ് കൊടുക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് മധുരമൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഈ ഒരു ക്രീം തന്നെയാണ് നമ്മൾ കുനാഫക്കും യൂസ് ചെയ്യുന്നത്. കുറേ പേര് ചോദിച്ചിരുന്നു ഏതാണ് ക്രീം യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് പറയണേ. ഇനി വേണ്ടത് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ. അത് ചോക്കോവാൾ യൂസ് ചെയ്യാൻ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുക. ഇതിൻ്റെ പേര് ലേഡീസ് ഫിംഗർ ബിസ്ക്കറ്റ് എന്നാണ്. ഇമ്പോർട്ടഡ് ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഇത് നമുക്ക് ബോക്സിൽ സെറ്റാക്കി വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യുക. അതിന് ശേഷം നെവി ക്രീമും ക്രീം ചീസും വെച്ചിട്ടുള്ള ഫസ്റ്റ് കോട്ടിങ് കൊടുക്കുക. 4 ബോക്സും സെറ്റ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് രണ്ടാമത്തെ കോട്ടിംഗ് ആയ ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് സെറ്റ് ആകുമ്പോഴേക്കും 2 ടേബിൾ സ്പൂൺ കാരമൽ വൈറ്റ് ചോക്ലേറ്റിലേക്ക് മിക്സാക്കി മാറ്റി വെക്കാം. അടുത്തതായി വീണ്ടും നമുക്ക് ബിസ്ക്കറ്റ് സെറ്റ് ചെയ്യണം. അതിനു വേണ്ടി കോഫി സിറപ്പിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബിസ്ക്കറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് ബോക്സിൽ വെക്കാം. ഫുള്ള് സെറ്റാക്കിയതിന് ശേഷം ഈ ഒരു ക്രീമും കൂടി മുകളിൽ ഒഴിച്ച് കൊടുക്കാം. ചോക്കോവാളിന് നമ്മൾ യൂസ് ചെയ്യുക വാൾനട്ടാണ്. പക്ഷേ ഇവിടെ മക്കൾക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഹൈസൽനട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ചോക്ലേറ്റും കോഫി സിറപ്പും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഫൈനൽ കോട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു ക്ലിപ്പ് എനിക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. മക്കളെ വെക്കേഷന് ഔട്ടിങ്ങിന് കൊണ്ടുപോകാത്ത വിഷമം ചോക്കോവാൾ കഴിച്ച് അവർ തീർത്തു. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ. താങ്ക്